ഹലോ, ഗീതാസ് വിഷ്വൽസിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളെ നാടായ തമ്പലമണ്ണയിലെ പൂപ്പൊലി കേട്ടോ. എല്ലാവരും പൂപ്പൊലിയൊക്കെ കാണാൻ പോയിരുന്നോ? അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം കാണാൻ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പോകാൻ പറ്റിയില്ല. പക്ഷേ ഈ പൂപ്പൊലിയൊക്കെ കണ്ട് നല്ല ഹാപ്പിയാണ്. അപ്പോൾ അത് ഈ വീട് എവിടെയാണെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം തെച്ചിപ്പൂവിൻ്റെ അങ്ങനെ എന്താ പറയുക, പലരും പല കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാവടി പോലെ ഒരുപാട് കമൻ്റ് ഇട്ടായിരുന്നു. ആ വീട്ടിലെ വാവൻ്റെ തന്നെയാട്ടോ ഈ ബോഗൺവില്ലകളും. അന്ന് ഓർമ്മയുണ്ടോ? കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. തെച്ചിപ്പൂ അത്രയായിരുന്നു, ഇലയില്ലാണ്ട് തെച്ചിപ്പൂവുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മാസം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും ആ വീഡിയോ ഇട്ടിട്ട്. അപ്പം ആ വാവ തന്നെയാണ് ഈ ബോഗൺവില്ലയും ഇതൊക്കെ ചെയ്തത്. അപ്പം കുറച്ചായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്നും ഇതിൽ പോകുമ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ എന്നും വിചാരിക്കും. രാവിലെ പോണ തിരക്കിലൊക്കെ എന്തായാലും അങ്ങനെ ഞാനും നമ്മളെ ഈ പൂപ്പൊലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്. അടിപൊളിയല്ലേ? ഓരോ ചട്ടിയിലും ഓരോരോ നല്ല കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ വീഡിയോയിൽ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അപ്പം എന്തായാലും നല്ല ഭംഗിയാണ് മൊത്തം കാണാൻ. നോക്കിക്കേ, ചിലത് നമ്മൾ വിചാരിക്കും എല്ലാം ഒന്ന് തന്നെയാണെന്ന് കണ്ടില്ലേ. ഈ വെള്ളയ്ക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ വെള്ളയാണെങ്കിൽ ഫുള്ള് വെള്ളമായിട്ട്, പിന്നെ ഇതാ അവിടെ ഇത് ഒരു ചട്ടിയിൽ തന്നെ 2 ചെടി തന്നെയാണ് കേട്ടോ. 2 ചെടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇത് സാധാ ബോഗൺവില്ലയുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള വെരിഗേറ്റഡ് ആയിട്ട് അങ്ങനത്തെ ബോഗൺവില്ലയുണ്ട്. ഇവിടെ വിൽപ്പനയൊന്നുമില്ല. പാവ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നു. അങ്ങനെ എന്താ പറയുക, അത്രയും നല്ലപോലെ നോക്കുന്നതുകൊണ്ടാണ് ഇതിലൊക്കെ ഇത്രയും പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. ഇതിൻ്റെ പുറകെ തന്നെയാണ് വാവ. ഇത് കൂടാതെ വാവയ്ക്ക് ഇവിടെ നായ്ക്കുട്ടിയുണ്ട്, ആടുണ്ട്, പശുണ്ട്. ഇതൊക്കെയാണ് വാവൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ. ചെടികളും അങ്ങനെ കുറച്ച് കൃഷിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ എന്തായാലും അടിപൊളിയാണ്. അതിവിടെ നേരിട്ട് കാണാൻ ഒന്നുകൂടി സൂപ്പറാണ്. അത് ഞാൻ എപ്പോഴും പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ വിൽപ്പന ഇല്ല കേട്ടോ. കോഴിക്കോട് തിരുവമ്പാടി തമ്പലമണ്ണയിലാണ്. ഞങ്ങളവിടെ എൽഞ്ഞിക്കൽ ദേവീക്ഷേത്രമൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ വീടുള്ളത്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇവിടെ എത്തുമ്പോൾ ഒന്ന് നോക്കിപ്പോവും. ഇത് കാരണം ഇത്ര ഇങ്ങനെ കളർഫുൾ ആയതുകൊണ്ട് ആരും കാണാതെ പോവില്ല. ഇത്രയും റോഡ് സൈഡിൽ തന്നെയാണ് വീടും. കുറച്ചൊരു പുറകിലോട്ട് അല്ലേ റോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഒന്നും പേരുകൾ എത്ര ഇങ്ങോട്ട് എനിക്ക് അറിയില്ല. എല്ലാത്തിനും ഓരോരോ പേരുകളുണ്ട്, ചില്ലിന്നും അങ്ങനെ പല പല പേരും. പേരൊന്നും ഞാൻ ഏതായാലും പറയുന്നില്ല, കാട്ടിത്തരാണ്. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ പ്രാവശ്യം മഴ കുറച്ച് കൂടുതലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഈ പൂക്കളൊക്കെ കുറച്ച് കുറവ്. ഇനിയിപ്പോൾ ഈ പൂവൊക്കെ കൊഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഒരു ഉണ്ടാവലുണ്ടല്ലോ, അതിൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല വെയിലാകുമ്പോഴത്തേക്കാണല്ലോ അതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിനും വളമായിട്ടൊക്കെ ഇടുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിന്നെ അങ്ങനെ ചാണകപ്പൊടിയൊക്കെ തന്നെയാണ്, മണ്ണ് മണലൊക്കെ. പിന്നെ ഇടയ്ക്ക് NPK ഒക്കെ ഇതിലടിച്ചും കൊടുക്കണം, കുറച്ചിട്ടൊക്കെ കൊടുക്കണം. ഒരു 2 ആഴ്ച 3 ആഴ്ചൻ്റെ ഗ്യാപ്പിലാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. എന്തെങ്കിലും കൂടുതലൊക്കെ അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ വളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ചാണകത്തിന് ഇവിടെ പശുവുണ്ട്, ആട്ടുംകാട്ടിടുന്നതിന് ആടും ഉണ്ട്. അപ്പം ഇവരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ താഴെയാണല്ലോ. അപ്പോൾ ഇതുപോലെ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീടുള്ളത്. അപ്പം ഈ മഴേൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഇവിടെ പൂക്കളുണ്ടാവും. അപ്പോൾ ഇവിടെ വേറെ ആളെ കാട്ടിത്തരാം, കണ്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. നമ്മളെ നായ്ക്കുട്ടി കളിക്കുന്നത് കണ്ടോ. ഇത് ഞാനെപ്പോൾ വന്നാലും മൂപ്പർ ഇങ്ങനെയാണ്, എന്താണെന്നറിയില്ല. പിന്നെ മുകളിൽ ആടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടാട്ടോ പശുവും തൊഴുത്തൊക്കെ ഉള്ളത്. അടിപൊളിയല്ലേ? നമുക്കിതാ ഇനി അധികം താമസമില്ലാതെ ഞാനും പോവാണ്. കടലിൽ പോകുന്ന വഴിയാണ് ഈ പരിപാടികളൊക്കെ. ഇവിടെ വന്ന് വീഡിയോ എടുക്കലും പിന്നെ ശശികലേച്ചിൻ്റെ അവിടെ വീഡിയോ എടുക്കലൊക്കെ ഇങ്ങനെ പോകുന്ന വഴിയിൽ അങ്ങ് എടുത്തു പോരലാണ്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാനോ പിന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവനോട് പറയാനുള്ളത് ഇതിൽ കൂടി കമൻറ്റിൽ കൂടി പറയാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.